ആസിഫ് അലിയുടെ പടങ്ങൾ സാധാരണ നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എപ്പോഴും തരാറുള്ളത്. രേഖാചിത്രവും സമാനമാണ്. നമുക്ക് അത്യാവശ്യം ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് ആസിഫ് അലി പടമാണ് രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ, നിഷാന്ത് സാഗർ, ഇന്ദ്രൻസ് എന്നിവരെല്ലാം മികച്ച പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സെറിൻ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തൊരു നടിയുണ്ട്. അവരുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. ഒരു വോ ഫാക്ടർ എന്ന് തോന്നിയ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ആയിരുന്നു. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് വേഷങ്ങൾ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നതുകൊണ്ടാണെന്നോ പോലീസ് വേഷം നന്നായിട്ട് ആസിഫ് അലിക്ക് ചേരുന്നുണ്ട്. അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഉടനീളം സിനിമയിൽ മൊത്തത്തിൽ ആസിഫ് അലിയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. കഥ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ എങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. നമുക്ക് കണ്ട് അതിൻ്റെ പടത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് പറ്റും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ലാഗായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആയിട്ടോ പിടിച്ചിരുത്താൻ പറ്റുന്ന ഫാക്ടേഴ്സ് വളരെ കുറവായിരുന്നു. എല്ലാം പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ അവസാനം ഒരു തിരക്കഥയുടെ അടുക്കിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. അവസാനത്തിലേക്ക് വന്നപ്പോൾ എല്ലാം നമുക്ക് അറിയാം ഇങ്ങനെ സംഭവിക്കാൻ പോവാണെന്ന് അറിയാം. പിന്നെ അതിൻ്റെ ഒരു ഇമോഷണൽ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതും ഒരു 100% വർക്കായില്ല. പടത്തിൻ്റെ അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു ചടങ്ങ് തീർക്കുന്ന ഫീലാണ് ഉണ്ടായിരുന്നത്. എല്ലാം പറക്കി വെച്ച് പസിൽസ് കൊണ്ട് അടുക്കി വെക്കുന്ന ഒരു ഫീലാണ്. നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് പ്രഡിക്റ്റബിളും ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങ് തീർക്കുന്ന ഫീലാണ് ഒരു ഏറ്റവും ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. ഇത് പോരാഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ കുറേ സിനിമ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വലിച്ചു നീട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കമലൊക്കെ ഭയങ്കര അൺസഹിക്കബിൾ ആയിരുന്നു. അതുപോലെ തന്നെ പക്ഷേ ജഗദീഷ് അത്യാവശ്യം ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്ര ലെങ്തി ആയിട്ടുള്ള ആ സീക്വൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇത് കഥയുടെ ഒരു ഫ്ലോയെ തന്നെ അത് ഒരുമാതിരി ബാധിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഈ കഥയിലേക്ക് കൊണ്ടുവരുന്ന ട്വിസ്റ്റും ടേൺസും ഒക്കെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇയാളിപ്പോൾ ഇത് തുറന്ന് പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഇയാൾ വിളിച്ച് റിവീൽ ചെയ്യും, അല്ലെങ്കിൽ ഇയാൾ പറയുന്നതൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ബ്രില്യൻ്റ് ആക്കാൻ വേണ്ടി ബ്രില്യൻ്റ് ആക്കിയതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ സിനിമയിലെ പലയിടത്തും മമ്മൂട്ടി ഫാക്ടേഴ്സ് ഉണ്ട്, മമ്മൂട്ടി എലമെന്റ്സ് വരുന്നുണ്ട്. എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ അതൊക്കെ അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോഴാണ് ഈ മെയിൻ സ്ത്രീ കഥാപാത്രത്തിന്റെ പാസ്റ്റും കുറച്ച് ഹിസ്റ്ററിയൊക്കെ റിവീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സിനിമയുടെ പകുതിക്ക് കാണിച്ചിരുന്നുണ്ടെങ്കിലും സിനിമയുടെ സ്ക്രിപ്റ്റിനോ അല്ലെങ്കിൽ സസ്പെൻസിനോ ഒന്നും വലുതായിട്ട് ബാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ആ ക്യാരക്ടറുമായിട്ട് കുറച്ചും കൂടെ ഇമോഷണലി പ്രഷർക്ക് കണക്ട് ആവാൻ ഉപകാരപ്പെട്ടേനെന്ന് എനിക്ക് തോന്നി. ഏറ്റവും അവസാനം കാണിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. വളരെ ടച്ച് ചെയ്യുന്ന ട്രാജിക് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്റ്റോറി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റിൽ കാണിക്കാൻ പറ്റിയില്ല. ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ആസിഫ് അലിക്ക് ഈ സ്ത്രീ കഥാപാത്രമായിട്ട് തോന്നുന്ന ഒരു കണക്ഷൻ, അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി റിവീൽ ചെയ്യണം, അത് കണ്ടുപിടിക്കണമെന്ന് ആസിഫ് അലിക്ക് ഇമോഷണലി തോന്നുന്ന ഒരു കണക്ഷൻ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റിയില്ല എന്നാണ് എനിക്ക് സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സസ്പെൻസോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോ ഒന്നും ഇല്ലാത്ത പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ ഈ ഇമോഷൻസും 100% വർക്കായില്ല എന്ന് എനിക്ക് തോന്നി. ഈ കന്യാസ്ത്രീയായിട്ട് വരുന്ന മേഘ തോമസിന്റെ ക്യാരക്ടർ പ്രായമായിട്ടൊക്കെ കാണിക്കുന്ന അത്യാവശ്യം നാടക ലെവലിലുള്ള ഒരു മേക്കപ്പ് ഒക്കെ ആയിരുന്നു. അതൊട്ടും ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ കൂടെ നടക്കുന്ന ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം ഒരു ഡമ്മി കഥാപാത്രമായിട്ടാണ് തോന്നിയത്. ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽ. ഇങ്ങനെയുള്ള കഥാപാത്രമൊക്കെ ഒരു സീനിൽ വന്നാൽ തന്നെ ആ സീനിൻ്റെ ഒരു സുഖവും അതുപോലെ തന്നെ മൊത്തം സിനിമയുടെ ഒരു സുഖവും തന്നെ പോകും. കാരണം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഒരു അനങ്ങപാറയായിട്ട് ഇങ്ങനെ ആ ഒരു സീനിലോ അല്ലെങ്കിൽ ആ സിനിമയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ ഒരു രസം തന്നെ കളയും. പിന്നെ ഇന്ദ്രൻസ്, പോളി വെൽസൺ ഇവർ രണ്ടുപേരും ചെറിയ കഥാപാത്രമായിരുന്നുണ്ടെങ്കിലും വളരെ നാച്ചുറലായിട്ട് വൃത്തിയായിട്ട് ആ രണ്ട് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും എടുത്തു പറയുന്ന നെഗറ്റീവ് റോൾ ചെയ്ത് സെറിൻ ഷിഹാബ്, അത് എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയിലെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അവരുടെ ആ ഒരു ഭാഗമെല്ലാം നല്ല ടെറിഫിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് കഥാപാത്രത്തിൻ്റെ ആ ഒരു ഫീല് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. സിനിമയിൽ പഴയ കാലഘട്ടം എല്ലാം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കല്ലുകടി തോന്നിയില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ആ പഴയ കാലഘട്ടം എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പടം ഫാമിലിക്കൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ആവശ്യമില്ലാത്ത വയലൻസോ, ക്രൈം ത്രില്ലർ ആയതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യമില്ലാത്ത വയലൻസോ അല്ലെങ്കിൽ ഒരു ബ്ലഡി സീൻസിൻ്റെ കുത്തിത്തിരികളോ ഒന്നും ഈ പടത്തിൽ ഇല്ല. മൊത്തത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ, നല്ല ത്രില്ലിങ് ഫീൽ ചെയ്ത ഒരുപാട് സീൻസ് ഒക്കെ ഉള്ളൊരു പടമാണ്. പക്ഷേ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ലാഗും അതുപോലെ തന്നെ തിരക്കഥയിലെ ചില അടുക്കിൻ്റെ പോരായ്മകളൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒട്ടും ബോറടിക്കാതെ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എബോ ആവറേജ് ആസിഫ് അലി പടമാണ് ഈ ചിത്രം.
വളരെ മോശമെന്നോ അല്ലെങ്കിൽ അൺസഹിക്കബിൾ എന്നോ പറയാൻ പറ്റുന്ന ഒരു ഏരിയ പോലും ഇല്ല ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ബോറടിക്കാതെ കാണാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.